ആറ്റംബർഗിന്റെ വളരെ പോപ്പുലർ ആയ ഒരു കിഡിലൻ സീലിംഗ് ഫാനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ആറ്റംബർഗിന്റെ സ്റ്റുഡിയോ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് നമ്മുടെ പക്കലുള്ളത്. BLDC ഫാൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് സാധാരണ ഫാൻസ് ഏകദേശം ഒരു 70 to 80 വാട്ട്സ് പവർ എടുക്കുന്ന സമയത്ത് ഏകദേശം 35 മുതൽ അല്ലെങ്കിൽ 30-35 വാട്ട്സ് ഒക്കെ പവർ മാത്രമേ ഇത് കൺസ്യൂം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് റണ്ണിൽ വളരെയധികം പ്രോഫിറ്റബിൾ ആണ് ഇത്തരത്തിലുള്ള BLDC ഫാൻസ്. ഒട്ടനവധി വേരിയൻസ് പുറത്തിറക്കുന്ന ഒരു മികച്ച ബ്രാൻഡാണ് ആറ്റംബർഗ്. ആറ്റംബർഗിന്റെ ഈ ഒരു വേരിയന്റ് മികച്ച ഓഫർ പ്രൈസിൽ വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ലിങ്ക് തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി ഈ ഒരു വേരിയന്റ് നിങ്ങൾക്ക് മികച്ച ഡിസ്കൗണ്ടിൽ ഗ്രാബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതിന്റെ അൺബോക്സിംഗ് ബാക്കി കാര്യങ്ങളൊക്കെ വളരെ ക്വിക്കായിട്ട് കാണാം. മെയിൻ യൂണിറ്റ് വരുന്ന ഒരു ബോക്സും അതുപോലെ തന്നെ ഇത്തരത്തിൽ ലീവ്സിന്റെ മറ്റൊരു സെപ്പറേറ്റ് ബോക്സുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആറ്റംബർഗിന്റെ ബ്രാൻഡിംഗ് കാണാനായിട്ട് പറ്റും. സീലിംഗ് ഫാൻ സ്റ്റുഡിയോ പ്ലസ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. പിന്നെ നമുക്ക് ഇതിന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. അത് 3 വർഷത്തേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. നല്ല റേറ്റിംഗ് ഉള്ള ഒരു മോഡലാണ്. അതുപോലെ തന്നെ 1 മില്യണിലധികം യൂസേഴ്സ് ഈ ഒരു ഫാനിനുണ്ട്. പിന്നെ ഈ ഒരു വർഷത്തേക്ക് വരുമ്പോഴും നമുക്ക് ഇതിന്റെ കുറേ സ്പെസിഫിക്കേഷൻ LED ഇൻഡിക്കേഷൻ ഈ ഒരു ഫാനിൽ വരുന്നുണ്ട്. കണ്ടംപററി ലുക്കാണ്. അതുപോലെ തന്നെ വുഡൻ ഫിനിഷ് വരുന്നുണ്ട് ബോട്ടത്തിൽ. അത്രയും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വർഷത്തേക്ക് വരുമ്പോൾ ഇതിന്റെ MRP പ്രൈസ് കാര്യങ്ങളൊക്കെ കാണാം. 8180 ആണ് MRP വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓഫർ പ്രൈസ് അടങ്ങിയ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഇത് ഗ്രാബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വളരെ ക്വിക്കായിട്ട് ഈ ഒരു ബോക്സ് ഒന്ന് ക്വിക്കായിട്ട് ഓപ്പൺ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു വാറണ്ടി കാർഡ് കാണാനായിട്ട് പറ്റും. അപ്പോൾ വാറണ്ടി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഒരു കാർഡാണ്. അതുപോലെ തന്നെ ഒരു യൂസർ മാനുവൽ പോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ കിട്ടുന്നത് ഇത് നമ്മുടെ ആ ഒരു റോഡ് കവർ ചെയ്യാനുള്ള ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്കത് ഫിക്സ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ബോക്സിലുള്ളതൊക്കെ നോക്കാം. ഇതും ആ ഒരു റോഡ് കവർ ചെയ്യുന്നതിനുള്ള ഒരു പാർട്ടാണ്. ആറ്റംബർഗിൻ്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഇതിന് മുകളിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ ഇത് 2 സൈഡിലായിട്ട് വരുന്ന 2 സ്പേസ് ആണ്. ആൻഡ് നല്ല പവർഫുൾ ആയിട്ടുള്ള റോഡ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ ഒരു റിമോട്ട് കിട്ടുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ മെനു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫാനിൽ ഫിക്സ് ചെയ്ത ശേഷം ഒന്ന് പരിചയപ്പെടാം. പിന്നെ നമുക്കിതിൽ ഇത്തരത്തിലുള്ള കുറച്ച് നട്ട് ആൻഡ് ബോൾട്ടൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ നമുക്കൊരു ടൂൾസിൻ്റെ ഒരു ഇത്തരത്തിലുള്ള ചെറിയൊരു ബോക്സ് ഉണ്ട്. ഇതിൽ നമുക്ക് സ്പാനർ അവൈലബിൾ ആണ്. നട്ട് ആൻഡ് ബോൾട്ടൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ 2 ബാറ്ററിയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ റിമോട്ടിന് കൊടുക്കാനുള്ള 2 ചെറിയ ബാറ്ററിയാണ്. അതുപോലും അവർ സ്കിപ്പ് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള മോട്ടർ. ഇതാണ്. അപ്പോൾ ഇത് കയ്യിലെടുക്കുന്ന സമയത്ത് കുറച്ച് വെയിറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ആ ഒരു LED ഇൻഡിക്കേറ്ററൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് സൈഡിലോട്ട് വെക്കാം. ഇനി ഇതിൻ്റെ ലീഫാണ്. ഈ ഒരു ബോക്സിലാണ് ഇതിൻ്റെ ലീഫ് വന്നിട്ടുള്ളത്. അപ്പോൾ ആറ്റംബർഗിൻ്റെ ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഫാനിൻ്റെ ഡീറ്റെയിൽ മാത്രമല്ല, ഞാൻ ഒട്ടുമിക്ക കളക്ഷൻസിൻ്റെയും ഡീറ്റെയിൽ ഞാൻ താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളങ്ങനെ ഫാൻ കംപ്ലീറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു ഫാൻ ഏകദേശം ഒരു 70 to 80 വാട്ട്സ് പവർ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫാൻ വെറും 35 ബിലോ വാട്ട്സ് മാത്രമാണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പവർ നല്ലപോലെ സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആറ്റംബർഗിൻ്റെ ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. മാത്രമല്ല അതിൻ്റെ ആ ഒരു റോഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആറ്റംബർഗിൻ്റെ ബ്രാൻഡിങ് ഏറ്റവും മുകളിൽ കാണാം. അതുപോലെ തന്നെ ആ ഒരു റോഡ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു മധ്യത്തിലായിട്ട് ഇതിൻ്റെ ഒരു ബ്ലാക്ക് ഡിസൈനാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ഗ്രേ കളറാണ് വരുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് കളർ ഡിസൈൻ വന്നിട്ടുണ്ട്. അത് നല്ല അട്രാക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മാത്രമല്ല ഇനി നമുക്ക് ഈ ഒരു റിമോട്ടിൽ കുറേ ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു റിമോട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ പവർ ഓൺ ചെയ്യാം. ഇപ്പോൾ ഇത് സ്പീഡ് 1 ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അപ് ടു 5 വരെ സ്പീഡ് ഉണ്ട്. അതുപോലെ തന്നെ ബൂസ്റ്റ് മോഡും അവൈലബിൾ ആണ്. ബൂസ്റ്റ് മോഡ് നമ്മൾ പ്രസ് ചെയ്യുന്നതോടുകൂടി ഇതിൻ്റെ മാക്സിമം സ്പീഡിലേക്ക് പെട്ടെന്ന് തന്നെ അത് കൺവേർട്ട് ആകും. അപ്പോൾ ഇത് നമുക്ക് റിമോട്ടിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്കിതിലൊരു ടൈമർ ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ടൈമർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു സ്ലീപ്പ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ LED ഉണ്ട്. ഈ ഒരു LED ഓപ്ഷൻ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം LED ലൈറ്റ് വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ LED ഓഫ് ആകും. അപ്പോൾ നിങ്ങൾ നൈറ്റൊക്കെ കിടക്കുന്ന സമയത്ത് LED വേണമെങ്കിൽ അത് ഓൺ ചെയ്തിടാം. ഇനി വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ടൈമറും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. കാരണം നമ്മളിത് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതിൽ ടൈമർ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഒരു ലൈറ്റാണ് ബ്ലിങ്ക് ചെയ്തിട്ടുള്ളത്. വീണ്ടും നമുക്ക് ഒന്നുകൂടെ ടൈമർ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ലൈറ്റ് ബ്ലിങ്ക് ആയിട്ടുണ്ട്. ഒന്നുകൂടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ 3 ലൈറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് റീസെറ്റ് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് കാണാം വീണ്ടും ഒന്നുകൂടെ ടാപ്പ് ചെയ്താൽ ഈ ഒരു ഇൻഡിക്കേറ്റർ വരും. അതോടുകൂടി ഇത് റീസെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു സ്ലീപ്പിൻ്റെ ഓപ്ഷനും അതുപോലെ തന്നെയാണ്. ഇതിൽ നമ്മൾ പ്രസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ അതിനനുസരിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് എല്ലാം വളരെ യൂസ്ഫുൾ ആണ്. സ്ലീപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ടൈമർ ഉണ്ട്. പിന്നെ LED ഇൻഡിക്കേറ്റർ ഉണ്ട്. സ്പീഡ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ റിമോട്ടെല്ലാം വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ പിറകിലായിട്ടൊരു QR കോഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാറണ്ടിയും കാര്യങ്ങളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ ഓവറോൾ മികച്ച ഡിസൈനിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ആറ്റംബർഗിൻ്റെ ഒരു മോഡലാണിത്. അപ്പോൾ നല്ല ഓഫറിലാണ് ഇപ്പോൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വളരെയധികം പവർ സേവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മോഡൽ കൂടെയാണ്. ഞാനിപ്പോൾ ഇതിനെ താഴെ നിൽക്കുമ്പോൾ തന്നെ നല്ല കാറ്റ് എനിക്ക് കിട്ടുന്നുണ്ട്.
അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. വളരെ ലെസ് പവർ മാത്രമേ ഈ ഒരു ഫാൻ എടുക്കൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. മാത്രമല്ല ആറ്റംബർഗിൻ്റെ ഈ ഒരു ഫാൻസ് നിങ്ങൾക്ക് പല കളേഴ്സിലും നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. വ്യത്യസ്ത കളേഴ്സിൽ അവൈലബിൾ ആണ്. മാത്രമല്ല മികച്ച ഓഫർ പ്രൈസിലും ഈ ഒരു ഫാൻ നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും. ആറ്റംബർഗ് സ്റ്റുഡിയോ പ്ലസ് എന്ന ഈ ഒരു കിഡിലൻ BLDC സീലിംഗ് ഫാനിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു BLDC ഫാൻ മികച്ച ഓഫർ പ്രൈസിൽ ഗ്രാബ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി ഈസി ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീലുകളും ഓഫറുകളും നമ്മുടെ അബ്ദുൾ റഷീദ് മുക്കം ഒഫീഷ്യൽ എന്ന വാട്സപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡീറ്റെയിൽ ഞാൻ താഴെ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.